നമസ്കാരം. ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടങ്ങിയിട്ട് 129 ദിവസങ്ങൾ പിന്നിടുന്നു. ആദ്യം എല്ലാവരും ഇസ്രായേൽ ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് ഈ ആക്രമണത്തിനെതിരെ ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നത് ഇറാൻ, ഹിസ്ബുള്ള, ഹൂതികൾ എന്നിവർ മാത്രമാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പാലസ്തീൻകാർ റഫ അതിർത്തി കടക്കുമെന്നുള്ള സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോൾ പ്രമുഖ രാജ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, പലസ്തീനും ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തിയാണ് റഫ അതിർത്തി എന്ന് പറയുന്നത്. ഈ നഗരത്തിലാണ് ലക്ഷക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികൾ താമസിക്കുന്നത്. പലായനം ചെയ്ത് എത്തിയവർക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് എങ്കിൽ അത് അംഗീകരിക്കാനാവില്ല എന്ന് ഇപ്പോൾ UAE, സൗദി, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈജിപ്ത് ഇത് പറയുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് വലിയൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം റഫ അതിർത്തി കടന്ന് പലസ്തീൻ അഭയാർത്ഥികൾ ഈജിപ്തിലെ സിനായ് മരുഭൂമിയിലേക്ക് കടക്കുമെന്ന് ഈജിപ്ഷ്യൻ ഭരണകൂടം ഭയപ്പെടുന്നുണ്ട്. ഗാസയിലെ പലസ്തീൻകാരെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന ഒരു പദ്ധതി ഇസ്രായേലിന് നേരത്തെ തന്നെ ഉണ്ട് താനും. എന്നാൽ ഇവരെ തങ്ങൾക്ക് സ്വീകരിക്കാനാവില്ല എന്ന് ഈജിപ്ത് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ മേഖല നേരിടുന്ന ഏറ്റവും പുതിയ വെല്ലുവിളിയായി എടുത്തു പറയേണ്ടത്. ഈജിപ്തിൽ പലസ്തീൻകാർക്ക് അനുകൂലമായ ഒരു വികാരമുണ്ട് താനും. എന്നാൽ പലസ്തീൻകാർ സിനായിയിൽ എത്തിയാൽ പിന്നീട് തിരികെ പോകില്ലേ എന്നുള്ള വലിയ ആശങ്കയാണ് ഈജിപ്ഷ്യൻ ഭരണകൂടത്തെ അലട്ടുന്നത്. പലസ്തീൻ രാജ്യം നിലവിൽ വരാതെ തങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്ന് സൗദി ഇതിനു മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദിയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. അറബ് രാജ്യങ്ങളിലെ ജനവികാരം നമുക്കറിയാം ഇസ്രായേലിനെതിരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ ഭരണകൂടങ്ങൾ ഒന്നടങ്കം വലിയ പ്രതിസന്ധിയിലാവുന്നുമുണ്ട്. പലസ്തീൻ വിഷയത്തിൽ ഒരടി മുന്നിൽ നിൽക്കുന്ന ഇറാൻ, ഇപ്പോഴും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പല വിവാദ പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഈ മേഖലയിൽ സ്വാധീനം ശക്തമാക്കുമോ എന്നുള്ള ആശങ്ക സൗദിക്കും മറ്റ് സഖ്യരാജ്യങ്ങൾക്കും ഉണ്ട് താനും. ഇവരെ കൊള്ളാനും തള്ളാനും വയ്യാത്ത ഒരവസ്ഥ തന്നെയാണ് നിലവിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്കുള്ളത്, പ്രത്യേകിച്ചും ഈജിപ്തിനുള്ളത്. ഈജിപ്തിന്റെ ഏറ്റവും വലിയ ഭയം ഈ പലായനം ചെയ്തെത്തുന്ന പലസ്തീൻകാർ ഇനി തിരികെ പോയില്ലെങ്കിൽ തങ്ങൾ എന്ത് ചെയ്യും എന്നത് തന്നെയാണ്. അതേസമയം തന്നെ സൗദി ഉൾപ്പെടെയുള്ള വമ്പൻ രാജ്യങ്ങൾക്കും വലിയ ആശങ്കയുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ ഇതുവരെയും ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കാത്തത് ഈ മേഖലയിലെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ പിടിപ്പുകേടായി തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ തലവനാകാനുള്ള തല്ലുകൂടി അവർക്കിടയിൽ നടക്കുന്നുണ്ട്. കാരണം ഇറാന് വ്യക്തമായ ഒരു മേൽക്കൈയുണ്ട്. ഇറാൻ ഈ പ്രശ്നത്തിൽ സജീവമായി തന്നെ തുടക്കം മുതൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേഖലയിൽ ഇറാൻ കൂടുതൽ ശക്തി പ്രാപിച്ചേക്കും എന്നുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ UAE, സൗദി, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും സജീവ പ്രസ്താവനകളുമായി രംഗത്തെത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.